വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ തന്നെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ നേതാവിനെതിരെ മത്സരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. പുലിമടയിൽ കയറി പുലിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞ പോലെ. വാരണാസിയിലെ ഇലക്ഷൻ എൻ്റെ അറിവിൽ ജൂൺ 1-നാണ് ഇലക്ഷൻ ഡേറ്റ്, പോളിംഗ് ഡേറ്റ്. മെയ് മാസം പകുതിയോടുകൂടിയാണ് അവിടെ നോമിനേഷൻ കൊടുക്കാൻ ഡേറ്റ് ഉണ്ടാവുള്ളൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് അടിച്ചു പൊളിച്ച് സന്തോഷമായി ഫാമിലി ആയിട്ട് കുറച്ച് ദിവസം പോയതിനു ശേഷം ഞാൻ അതിനു വേണ്ടി ഇറങ്ങും. വാരണാസിയിൽ നോമിനേഷൻ കൊടുക്കുക, ഒരു ദിവസം പോകണം. 25,000 രൂപ വേണം. എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ സ്വന്തം കാശ്. ഇവിടെയും കിട്ടിയത് എൻ്റെ സ്വന്തം കാശിയാണ്. 12 ലക്ഷം രൂപ കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുള്ള, സ്വന്തമായി സമ്പാദ്യമുള്ള 6 സെന്റ് സ്ഥലമുള്ള ബൈക്കുള്ള, ആ ബൈക്കിൽ നിന്ന് കട്ടുണ്ടോ ഈ രാഷ്ട്രീയ നെറികെട്ട വൃത്തികെട്ടന്മാർ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. സ്വന്തം കാലിൽ നിൽക്കൂ. എൻ്റെ പുറകിൽ ആരുമില്ല. പക്ഷെ ഞാൻ തിരിഞ്ഞു നിന്നാൽ എൻ്റെ പുറകിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ വാരണാസിയിൽ